ഈ ആരും ഇല്ലായ്മയെ ചൂഷണം ചെയ്യാനായിട്ട് ഈ ഫീൽഡിൽ നിന്നല്ല പുറമേ നിന്ന് നോക്കിയിട്ടുണ്ടോ? അയ്യോ, ഉറപ്പായും അങ്ങനെ ഒരുപാട് സിറ്റുവേഷൻസ് വന്നിട്ടുണ്ട്. അമ്മയ്ക്കും വന്നിട്ടുണ്ട്. കാരണം ഞങ്ങളെ ഞാനും അമ്മയായിട്ട് ബോണ്ടായിട്ട് നിൽക്കുന്നത് ആർക്കും ഇഷ്ടമല്ലാത്തൊരു കാര്യം. ഒരു അമ്മയും മോളും ഇത്രയും അങ്ങനെ നിൽക്കുന്നു അല്ലെങ്കിൽ മനസ്സിലാക്കുന്നു. ബന്ധുക്കാർ കുറച്ച് പേരൊക്കെ ഉണ്ട്, കൂടെ ഉള്ളവരുണ്ട്. കുറച്ച് പേരായിട്ട് അങ്ങനെ കമ്പനിയൊന്നുമില്ല. ഞാൻ എൻ്റെ മമ്മി എന്ന് പറയുന്നൊരു ലോകമാണ് ഞങ്ങളുടെ ലോകം. എനിക്ക് എന്തെങ്കിലും വിഷമം ഉണ്ടെങ്കിൽ, എനിക്ക് ദേഷ്യം ഉണ്ടെങ്കിൽ എല്ലാം ഞാൻ എൻ്റെ മമ്മിയുടെ അടുത്ത് പോയി തീർക്കും. അപ്പോഴത്തേക്കും മമ്മിക്ക് അറിയാം അവള് വയലൻ്റ് ആണ്, ഒന്നും പറയണ്ട. മമ്മി പേടിച്ച് മാറിയിരിക്കും. കുറേ കഴിയുമ്പോഴത്തേക്കും മമ്മി പൊന്നോ എന്ത് എന്ന് പറയുമ്പോഴത്തേക്കും കൂളാവും. അതാണ് അവസ്ഥ. ഇപ്പൊ ഒന്ന് കണ്ണു നിറഞ്ഞെങ്കിലും പെട്ടെന്ന് ചിരിപ്പിച്ച് എന്നെയും ചിരിപ്പിച്ച് വന്നു എന്നുള്ളതാണ് പ്രാർത്ഥനയുടെ ആ ഒരു ഗുഡ് ക്വാളിറ്റിയാണ് നമുക്കവിടെ കാണുന്നത്. അതിലാണ് ചേച്ചി ഞാൻ സന്തോഷം കണ്ടെത്തുന്നത്. അതെനിക്ക് ദൈവം തന്നൊരു വലിയ ക്വാളിറ്റിയാണ്. ഞാൻ ഇപ്പം സീരിയലിലായാലും എനിക്ക് ഫാമിലി പ്രോബ്ലംസിന് ഞാൻ മാറിയിരുന്ന് കരയുന്നൊരു ടൈമുണ്ട്. ടേക്ക് റെഡി എന്ന് പറയുമ്പോൾ അവിടെ വന്ന് നിൽക്കുന്ന പ്രാർത്ഥന എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. അതെല്ലാവരും പറയാറുണ്ട്. ചിലപ്പോൾ ഈ യൂണിറ്റിലൊക്കെ നീന്ന് ചേട്ടന്മാർ ഇവളല്ലേ ഇപ്പോൾ മാറിയിരുന്ന് കരഞ്ഞത്, ഇവളെന്ന് ഇങ്ങനെ നിൽക്കണത്. ഞാൻ പറയും എന്ത് ചേട്ടാ ടെർമ പിടി എന്ന് പറഞ്ഞ് ഞാൻ അങ്ങ് കൂളായിട്ട് നിൽക്കും. അതാണ് എൻ്റെ ഒരു അവസ്ഥ. ഈ ഫീൽഡിൽ അറിയാവോ എല്ലാവർക്കും ഇങ്ങനെ ഒരു അവസ്ഥയിൽ നിന്നാണ് പ്രാർത്ഥന വരുന്നതെന്നോ അങ്ങനെ അറിയാം? ഉറപ്പായിട്ടും കുറച്ച് പേർക്കൊക്കെ അറിയാം. ഞാനുമായിട്ട് അത്രയും ക്ലോസ്ലി ആയിട്ടുള്ള എല്ലാവർക്കും അറിയാമെന്നുള്ള കാര്യങ്ങളാണ്. ഞാൻ ഒരുപാട് സ്ട്രഗിൾ ചെയ്ത് വന്നൊരു കുട്ടിയാണെന്ന്. അതുകൊണ്ട് തന്നെ എനിക്ക് എല്ലാ ലൊക്കേഷനിലും ഒരു പാമ്പറിങ് കിട്ടുന്നുണ്ട്. അത് പുറമേ നിന്ന് കാണുന്നവർ വിചാരിക്കും മോശമായിട്ട് ഞാൻ കയറി വന്ന ഒരാളാണ്, അല്ലെങ്കിൽ ആ ഒരു രീതിയിൽ ഞാൻ നിൽക്കുന്നത്. പക്ഷെ അതല്ല അതിൻ്റെ പിന്നിലുള്ള സത്യം. സത്യം എന്താണെന്ന് എന്നെ അറിയാമെന്നുള്ളവരാണ് അവിടെ നിൽക്കുന്നത്. അതുകൊണ്ടാണ് അവരെന്നോട് അങ്ങനെ ബിഹേവ് ചെയ്യുന്നത്. എനിക്കും അറിയാം, അവർക്കും അറിയാം. അതുകൊണ്ട് ലൊക്കേഷനുള്ള എന്ത് പറഞ്ഞാലും നമ്മളത് മൈൻഡ് ചെയ്യാറില്ല.